കണിയാപുരം കണ്ടലിൽ യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കഴുത്തിൽ കയർ മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക നിഗമനം. യുവതിയുടെ ആഭരണങ്ങളും മൊബൈൽ ഫോണും കാണാനില്ല. യുവതിക്കും താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി രംഗനായി പോലീസിന്റെ തിരച്ചിൽ ഊർജിതമാണ്. കണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഷിജി എന്ന ഷാനുവിനെയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടക വീട്ടിലെ ഹാളിൽ തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സംഭവം കൊലപാതകമെന്ന് മംഗലപുരം പോലീസ് സ്ഥിരീകരിച്ചു. കഴുത്തിൽ കയർ മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അഴകെട്ടിയിരുന്ന കയർ പൊട്ടിച്ചെടുത്താണ് കൃത്യം നടത്തിയത്. ഷിജിയുടെ മാലയും കമ്മലും മൊബൈൽ ഫോണും കാണാനില്ല. തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി രംഗനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. രംഗൻ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്ത് പരിശോധിച്ചതിൽ പ്രാഥമികമായി മരണത്തിൽ ഒരു സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് RDOയുടെ നേതൃത്വത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. കൂടെ താമസിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ കാണുന്നില്ല. അയാൾ ഒളിവിൽ പോയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അയാളെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും മരണകാരണം ഉറപ്പുവരുത്തിയതിനു ശേഷം അതിനകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികളെ ഉടനെ പിടികൂടുന്നതാണ്. ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ടെത്തിയ ഷിജിയുടെ കുട്ടികളാണ് മൃതദേഹം കണ്ടത്. 8 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ ഭർത്താവ് മരിച്ച ഷിജി കുറച്ചുനാളായി രംഗനൊപ്പമാണ് താമസിക്കുന്നത്. സംഭവശേഷം ഹോട്ടൽ ജീവനക്കാരനായ രംഗൻ ഒളിവിൽ പോയതാണ് സംശയം ഇയാളിലേക്ക് നീങ്ങാൻ കാരണം. 24 തിരുവനന്തപുരം.